ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൂരിയാട് റോഡ് തകർന്ന് പുതിയ പാലത്തിൻ്റെ പണി നടക്കുന്ന കൂരിയാട് അണ്ടർപാസിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് പാടം കുളപ്പുറം ഭാഗത്തേക്കുള്ള ഇന്നത്തെ ഏറ്റവും പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. കൂരിയാട് അണ്ടർപാസ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ്. ഇനി വർക്ക് പൂർത്തീകരിക്കാനുള്ള ഏകദേശം നമ്മുടെ അണ്ടർപാസിനോട് ഒപ്പിച്ച് എത്തി വന്നിട്ടുണ്ട്. പാലത്തുള്ള പില്ലറിൻ്റെ ഫൗണ്ടേഷൻ വർക്കുകളും പില്ലർ വർക്കുകളും പിയർ ക്യാപ്പിൻ്റെ വർക്കുകളും കഴിഞ്ഞ് ഗർഡർ ലോഞ്ചിങ് വരെയുള്ള വീഡിയോകളൊക്കെ നമ്മൾ കാണിച്ചിരുന്നു. ഇന്നിപ്പോൾ ഈ അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഏകദേശം കുളപ്പുറത്തിന് മുമ്പായിട്ട് പാടത്ത് തോടിന് കുറവ് വരുന്ന കനാലിന് കുറവ് വരുന്ന പാലത്തിൻ്റെ ആ ഒരു ഏരിയ വരെ ഏകദേശം ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞ് ഇനി മുകളിലുള്ള കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ മെയിൻ സ്ലാബ് വാർപ്പിടുന്നതിന് വേണ്ടിയുള്ള വർക്കുകളോടെ വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം ഈ ഒരു ഭാഗത്ത് കമ്പികളെ വർക്ക് കഴിഞ്ഞ് ഈ ഷീറ്റൊക്കെ വിരിച്ച് ഇനി അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകളാണ് നടക്കാനുള്ളത്. നേരെ ഓപ്പോസിറ്റിലാണ് ഇനി കാര്യമായിട്ട് കമ്പി സെറ്റ് ചെയ്യുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വശത്ത് അതിനുള്ള വർക്കുകൾ കമ്പി കട്ട് ചെയ്യുന്ന വർക്കുകൾ നടക്കുന്നുണ്ട്. അതുപോലെ ഈ കമ്പിയൊക്കെ ഇങ്ങനെ വെച്ചതിന് ശേഷം അത് കെട്ടമ്പി ഉപയോഗിച്ച് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന വർക്കുകളും എല്ലാം നടക്കുന്നത്. ഒരുപാട് പണിക്കാരാണെന്ന് ഇവിടെ ഉള്ളത് കേട്ടോ. നമ്മൾ കൂരിയാട് അണ്ടർപാസിൻ്റെ ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഈ കാണുന്നൊരു കാഴ്ച. അതുപോലെ ഈ സെറ്റർ പ്ലേറ്റ് ഷീറ്റ് കാര്യങ്ങളൊക്കെ മുകൾ ഭാഗത്തേക്ക് കയറ്റി വെക്കുന്നുണ്ട്. കാരണം മെയിൻ സ്ലാബ് ഈ 6 വരിപ്പാതക്കുള്ള 3 ലൈൻ്റെ ടാറിംഗ് കോൺക്രീറ്റ് വർക്ക് നടക്കുന്നതിന് വേണ്ടി അതുപോലെ ക്രാഷ് ബാരിയറിനുള്ള ഇരുവശത്തുമുള്ള കമ്പികൾ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സെൻറ്ററത്തെ ഡിവൈഡറിനുള്ള ആ കമ്പികളും സെറ്റ് വന്നിട്ടുണ്ട്. ഇനി കാര്യമായിട്ടുള്ളത് ഈ കാണുന്ന ഈ ഭാഗത്ത് നിന്ന് അണ്ടർപാസിനോട് ടച്ച് ആക്കിയിട്ട് അതിൻ്റെ ഒരു കോൺക്രീറ്റ് വർക്കുകളും കമ്പിയൊക്കെ സെറ്റ് ചെയ്തതിൻ്റെ പണികളാണ് നടക്കാനുള്ളത്. അപ്പോൾ വളരെ വേഗതയിലാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത്. ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ ആളുകളെ KNRCയിൽ ഇറക്കിയിട്ടാണ് ഇതിൻ്റെ പണികൾ. ഒരു 100 കണക്കിന് പണിക്കാരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. നമുക്ക് കാണാം ഇവിടെ ഷീറ്റ് വിരിച്ച ഏരിയ കാണാം. അതുപോലെ കമ്പിയൊക്കെ ബെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ഭാഗത്തേക്ക് പാലത്തിൻ്റെ മെയിൻ സ്ലാബിടാൻ കമ്പികൾ ഏത് മോഡലാണ് ആക്കേണ്ടത് ആ മോഡലൊക്കെ വളക്കാനും അത് സെറ്റ് ചെയ്യുന്ന വർക്കുകളും ഈ ഒരു ഭാഗത്ത് നടന്ന് കൊണ്ടിരിക്കുക കേട്ടോ. അതുപോലെ സർവീസ് റോഡ് തായ് ഭാഗത്ത് നേരെ സർവീസിനൊപ്പിച്ച് ആ പില്ലറും പിയർ ക്യാപ്പും അതുപോലെ ഗർഡർ വെച്ചതിന് ശേഷം സൈഡ് ബാരിയറിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. അവിടെയൊക്കെ പണികൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞതുപോലെ സെൻറ്റർ ഡിവൈഡുള്ള കോൺക്രീറ്റ് വർക്കുകൾ അതുപോലെ തന്നെ 2 ഭാഗത്തെ ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ മെയിൻ 6 വരിപ്പാതക്കുള്ള ഒരു ഭാഗത്ത് ഷീറ്റ് കമ്പി സെറ്റ് ചെയ്യുന്ന ഷീറ്റ് വിരിച്ച് കഴിഞ്ഞു. നേരെ ഓപ്പോസിറ്റിൽ ഈ ഭാഗം കമ്പിൻ്റെ വർക്കുകൾ നടക്കുകയാണ്. അപ്പോൾ 2 ഭാഗത്തും ഈ കോൺക്രീറ്റുകളും നടക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായ വയഡക്റ്റ് ബ്രിഡ്ജ് കൂരിയാട് ടു കുളപ്പുറം ഓവർപാസ് വരെ പണികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കും. അത്രക്കും വേഗതയിൽ തന്നെ വർക്കുകൾ തകൃതിയായിട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഞാനിപ്പോൾ അണ്ടർപാസിന് അടുപ്പിച്ച് ഈ ഒരു അടുത്തൊരു കിടങ്ങണ്ടികളെ അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇത് മണ്ണിട്ട് ഈ അണ്ടർപാസിനോടൊപ്പിച്ച് ഇനി അവിടെ കോൺക്രീറ്റ് വർക്ക് നടക്കാണ്ട് ഇത് ആദ്യം നമ്മളെ റോഡൊക്കെ തകർക്കുന്നതിന് മുമ്പ് റോഡ് പൊളിഞ്ഞാടിന് മുമ്പുള്ള ആ ഒരു ഏരിയയാണ് കാണുന്നത്. പുതിയ അണ്ടർപാസിൻ്റെ പണി കഴിച്ച കൂരിയാട് അണ്ടർപാസിൻ്റെ ഈ ഒരു ഏരിയയിലേക്ക് കയറേണ്ടകൾ ഈ കുറഞ്ഞ ഭാഗങ്ങളും മണ്ണ് കമ്പാക്ട് ചെയ്ത് മറ്റിലൊക്കെ ഉയർത്തി റോഡാക്കി ടാറിട്ട് അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ കൂരിയാട് ആ ഏരിയ നോക്കി ഇവിടെ നിന്ന് മണ്ണിൽ പിലാക്കൽ വേങ്ങര ഭാഗത്തേക്കുള്ള റോഡാണ്. ആദ്യം ഒരു ഇടുങ്ങിയ റോഡായിരുന്നു. പിന്നീട് ഇപ്പോൾ വീതി കൂട്ടി സെൻട്രൽ ഡിവൈഡറൊക്കെ വെച്ച് നല്ല ഉഷാറായിട്ട് വാഹനങ്ങൾ കൊണ്ട് പോകുന്ന സൗകര്യത്തിലാക്കിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ മീൻ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ പുതിയ ബിൽഡിംഗ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള റോഡിൻ്റെ പണി കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി. ഇനി താഴെ എന്നുള്ള ഒരു വ്യൂ കൂടി നിങ്ങളെ കാണിക്കാട്ടോ. കൂരിയാട് അണ്ടർപാസ് ഇവിടുന്ന് ഈ കാണുന്ന ഏരിയ വരെ ആയിരുന്നു ആദ്യം പണി പൂർത്തീകരിച്ച്. പിന്നീട് 2 സൈഡ് വാൾ ബ്ലോക്ക് പതിച്ച് ഉയർത്തിയിട്ടാണ് റോഡ് വന്നിരുന്നത്. അപ്പോൾ അത് മാറ്റിയതിനു ശേഷം പുതിയ പാലത്തിൻ്റെ പണി കഴിച്ചതോടെ തന്നെ അടിഭാഗത്ത് വാഹനങ്ങളൊക്കെ വളരെ വിശാലമായിട്ട് നല്ല രീതിയിൽ തന്നെ നിർത്താൻ പറ്റിയ നല്ല സൗകര്യത്തോടായിട്ടോ. ഇതിൻ്റെ ഏകദേശം പകുതിയിലേറെയും വയഡക്റ്റ് പാലമാണ്. പില്ലർ കാണാം, പിയർ ക്യാപ്പ് കാണാം. ഇനി നമ്മൾ ഈ കൂരിയാട് അണ്ടർപാസിൻ്റെ ഇവിടെ നിന്നില്ല, ഇവിടെ മുകളിൽ ആളുകൾ KNRCയിലെ പണിക്കാർ കേരള കോണി ഈ ഭാഗത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നേരെ സെൻട്രൽ ഭാഗത്തേക്ക് പോയിട്ട് അവിടെ കാണിച്ചിട്ടോ. അപ്പോൾ നല്ല മനോഹരമായ ഒരു വ്യൂ ആണ് കേട്ടോ. ഇരുവശത്തെ പില്ലർ പിയർ ക്യാപ്പ് ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞ് ഒരു ഭാഗത്ത് ഷീറ്റൊക്കെ വിരിച്ച് ഇതിൻ്റെ കോൺക്രീറ്റ് വർക്കുകൾ നടക്കാണ്ട് ഒരു ഭാഗത്ത് കമ്പിൻ്റെ പണികളാണ് അതിൻ്റെ മുകളിൽ നമ്മൾ കണ്ടത്. ഈ സെൻറ്റർ ഭാഗത്ത് ഇനി ഇതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാണ്ട് ഗർഡർ മാത്രം വെച്ച് വന്നിട്ടുള്ളൂ. അതുപോലെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്ററട കനാൽ 3 ചാല് ആക്കിയിട്ടുള്ള കനാൽ. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ പില്ലർ കൊടുത്തുള്ള പിയർ ക്യാപ്പ് കൊടുത്തുള്ള പാലമാണ് വരുന്നത്. അപ്പോൾ ആ ഏരിയ അതിൻ്റെ വർക്കുകൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം കുളപ്പുറം ഭാഗത്തു നിന്ന് കൂരിയാട് പാടം 1/4 ഭാഗത്തോളം പണികൾ കഴിഞ്ഞ് ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് അവിടെ നിന്ന് ഇങ്ങോട്ടായിരുന്നു റോഡ്. പിന്നീട് റോഡ് പൊളിഞ്ഞ് പുതിയ പാലത്തിൻ്റെ പണികളൊക്കെ റെഡിയായി വന്നിട്ടുള്ളത്. ഏതായാലും നല്ല ആളുകളുണ്ട് ഇതിന്. KNRCയിൽ ഇപ്പോൾ കൂടുതൽ ആളുകൾ വെച്ച് പണികൾ പെട്ടെന്ന് പൂർത്തീകരിക്കുകയാണ്. നമ്മുടെ കൂരിയാട് അണ്ടർപാസിൻ്റെ മുകളിലൊക്കെ നിങ്ങൾ
ആ ഒരു ഏരിയയിൽ ഇപ്പോൾ ഗഡറൊക്കെ വെച്ച് ആ ഷീറ്റ് കമ്പിയൊക്കെ ചെയ്തതിന് ശേഷം അവിടെ വെൽഡിങ്ങിൻ്റെ വർക്കും നടക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു കാഴ്ചയാണ് അവിടെ ബെയറിങ് ആ ബേസിങ്ങൊക്കെ വെച്ച്. അപ്പോൾ അതിന് നമ്മൾ ഗഡറിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉടനെ തന്നെ മെയിൻ സ്ലാബ് വാർപ്പിടുന്ന വർക്കിലേക്കാണ് കൂരിയാട് വയഡക്റ്റ് ബ്രിഡ്ജ്. അപ്പോൾ പ്രേക്ഷകരെ, ഞാൻ ഈ വീഡിയോ താൽക്കാലികമായിട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ കൂരിയാട് അണ്ടർപാസിൻ്റെ മുകൾ നടക്കുന്ന കമ്പി സെറ്റ് ചെയ്യുന്നത്, അതുപോലെ അവിടെ വെൽഡിംഗ് വർക്കുകളും ആ ഷീറ്റ് വെക്കുന്നതും, അതുപോലെ അതിൻ്റെ വർക്കുകളൊക്കെ ഞാൻ മുകളിൽ നിന്ന് കാണിച്ചത്. താഴെ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ഭാഗം, അടിഭാഗത്തും ഏറ്റവും പുതിയ കൂരിയാട് റോഡിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ, ഇൻഷാ അല്ലാഹ്.